ഞാൻ അറിഞ്ഞപ്പോ പിന്നെ കല്യാണ പെണ്ണെ നേരിട്ട് അഭിനന്ദനം അറിയിക്കാവെന്ന് വെച്ചു. നാളെ ചിലപ്പം പറ്റിയില്ലെങ്കിലോ? രാവിലെ നിങ്ങക്ക് നേരത്തെ പോണ്ടേ? MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി അല്ലേ? എന്ന് വെച്ചാ ഡോക്ടർ തന്നെ. എന്നാലും ഒരു MD ഒന്നും ഇല്ലാത്ത ഡോക്ടർമാർക്ക് ഇപ്പൊ രോഗികളെ കിട്ടാൻ വലിയ പാടാ. നിഷയെ ഫോറിനിലേക്ക് അച്ഛൻ പഠിപ്പിക്കാനിരിക്കാന്ന് കേട്ടു. ആണോ? അയ്യോ, എത്ര കുട്ടികൾ കൊതിക്കുന്ന കാര്യം അത്. ഭാഗ്യമുള്ളവർക്കേ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വിവരം അറിയുമ്പോ അച്ഛനും അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും. നിഷ ജനിച്ചപ്പോ തൊട്ട് ഭാവിയെ പറ്റി അവരെന്തെല്ലാം സ്വപ്നം കണ്ടു കാണും. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് പെട്ടെന്നൊരു ദിവസം ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയ ആർക്കെങ്കിലും സഹിക്കാൻ ഒക്കൂ? നിഷ ഉറങ്ങിക്കോട്ടമ്മേ. അതെങ്ങനെയാടി ഇന്നത്തെ ദിവസം ആ കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നേ? നിഷ അമ്മായിയുടെ വീട്ടിലാണെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് ഉറങ്ങുമായിരിക്കും. നാളത്തെ സ്ഥിതി എന്താ? ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ അവർക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഈ പ്രേമത്തിനൊരു വല്ലാത്ത കുഴപ്പമുണ്ട്. പ്രേമിക്കുന്നവരെപ്പോഴും അവരുടെ നല്ല വശം മാത്രമേ പുറത്ത് കാണിക്കൂ. അതിപ്പോ ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാ. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ മറ്റൊരു മുഖം കാണൂ. എന്ത് കാര്യം? ഒഴുക്കി പെട്ടുപോയില്ലേ, തിരിച്ച് നീന്താൻ പറ്റുമോ? പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എങ്ങ് നീങ്ങും. പുറമേ ഹാപ്പിയായി കാണുന്ന പല കുടുംബങ്ങളുടെ സ്ഥിതി ഇത് തന്നെ. എന്നാ പ്രേമിക്കുന്ന കാലത്ത് ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും തലേ കയറൂ.